ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കളക്ഷൻ അപ്ഡേറ്റുകളാണ്. 5 സിനിമകളുടെ കളക്ഷൻ, കേരള ഗ്രോസ് കളക്ഷനും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സിനിമ മാരിവില്യൻ ഗോപുരങ്ങൾ. ഇന്ദ്രജിത്തൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ നല്ലൊരു അഭിപ്രായങ്ങളല്ല ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ സിനിമ കണ്ടിട്ടില്ല, അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ട് നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. വന്ന റിവ്യൂസും കാര്യങ്ങളൊക്കെ വളരെ നെഗറ്റീവ് റിവ്യൂസ് കാര്യങ്ങളൊക്കെയാണ്. റിവ്യൂവിൻ്റെ പേരിൽ കുറേ വിവാദങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പം ഈ ഒരു സിനിമ ഏകദേശം 5 കോടിക്ക് അടുത്താണ് ഈ സിനിമയുടെ ബജറ്റ് കണക്കാക്കുന്നത്. ഒരാഴ്ച കൊണ്ട് ഈ സിനിമ ഏകദേശം 55 ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്നും ഗ്രോസ് കളക്ഷനായി നേടിയിട്ടുള്ളത്. ഫ്ലോപ്പ് സ്റ്റാറ്റസിലാണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ്. അടുത്തത് നമ്മുടെ വിനയ് ഫോർട്ട് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഫാൻറ്റസി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു പെരുമാനി എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ നല്ല അഭിപ്രായങ്ങളൊക്കെ നേടിയിരുന്നു. ഞാൻ സിനിമ കണ്ടാണ്, റിവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ നല്ല അഭിപ്രായങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും ഒരാഴ്ച കൊണ്ട് ഈ ഒരു സിനിമ ആകെ 50 ലക്ഷത്തിൽ താഴെയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ വിജയിക്കുമോ എന്നുള്ളത് കണ്ടറിഞ്ഞ് തന്നെ കാണാം. അടുത്തത് നമ്മുടെ ദിലീപേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പവി കെയർടേക്കർ എന്ന സിനിമയുടെ 22 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷനാണ് നോക്കാൻ പോകുന്നത്. 8 കോടി 25 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നിന്ന് 22 ദിവസം കൊണ്ട് ഗ്രോസ് കളക്ഷനായി നേടിയിട്ടുള്ളത്. ഫൈനൽ കളക്ഷനായിട്ട് ഏകദേശം 8 കോടി 50 ലക്ഷം രൂപ വരെ പോകാനായിരിക്കും കൂടുതൽ ചാൻസ്. അതിൽ കൂടുതൽ പോകാൻ ചാൻസ് ഇല്ല. വേൾഡ് വൈഡ് ആയിട്ട് 12 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ കളക്ഷൻ. ഇപ്പം വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ടുള്ളൊരു ഫിഗർ വന്നിട്ടില്ല ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ്റെ. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ പവി കെയർടേക്കർ ഒരു ഹിറ്റ് സ്റ്റാറ്റസ് നേടിയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ അടുത്തത് അരൺമനെ 4 എന്ന് പറഞ്ഞ തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമ സത്യം പറയുകയാണെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അരൺമനെ 4 എന്ന് പറഞ്ഞ സിനിമ തമിഴ്നാട്ടിൽ ഈ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും മികച്ചൊരു വിജയം തന്നെയാണ്. 25 കോടിക്ക് മുകളിൽ 25 കോടി തിയേറ്റർ റൈറ്റ്സ് പിന്നെ വിറ്റഴിക്കപ്പെട്ട ഈ ഒരു സിനിമ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് 55 കോടി കളക്ഷൻ നേടിയിട്ടുണ്ട്. വേൾഡ് വൈഡിൽ 75 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ കളക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ്. 2024 ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്ററാണ്, തമിഴ്നാട്ടിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്ററാണ് അരൺമനെ 4 എന്ന് പറഞ്ഞ സിനിമ. അടുത്തത് നമ്മുടെ പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കിഡിലൻ ഒരു എന്താ പറയുക ഫാമിലി എൻ്റർടൈൻമെൻറ്റ്, കോമഡി എൻ്റർടൈൻമെൻറ്റ് സിനിമയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ 4 ദിവസം കൊണ്ട് വമ്പൻ കളക്ഷനാണ് നേടിയിട്ടുള്ളത് എന്നുള്ളതാണ്. കൊടൂരമായിട്ടുള്ള കളക്ഷനാണ് ഈ സിനിമയ്ക്ക് 4 ദിവസം കൊണ്ട്. 45 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായിട്ട് വന്നിട്ടുള്ളത്. 4 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 4 ദിവസം കൊണ്ട് 18 കോടി നേടിയിട്ടുണ്ട്. ഇന്നലെ, അതായത് ഞായറാഴ്ച മാത്രം 6 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷനായിട്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഡേ ഈ സിനിമ വേൾഡ് വൈഡ് 8 കോടി പിന്നെ 5 ലക്ഷം രൂപയായിരുന്നു. രണ്ടാമത്തെ ദിവസം 10 കോടി 62 ലക്ഷം രൂപയായി. മൂന്നാം ദിവസം 12 കോടി 63 ലക്ഷം രൂപയായി. നാലാം ദിവസം ഏകദേശം 15 കോടിക്ക് മുകളിൽ തന്നെ കളക്ഷൻ നേടിക്കഴിഞ്ഞു. അപ്പം അടുത്ത പൃഥ്വിരാജിൻ്റെ അടുത്തൊരു ബ്ലോക്ക് ബസ്റ്ററാണ് പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 4 ദിവസം കൊണ്ട് ഏകദേശം 45 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി കഴിഞ്ഞാൽ 50 കോടി കടന്ന് 100 കോടി കടന്ന് 150 കോടിയിലേക്ക് പറക്കുകയാണ്. പൃഥ്വിരാജിൻ്റെ ഒരേ വർഷം തന്നെ 2 സിനിമകൾ 150 കോടിക്ക് മുകളിൽ കടക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം നമുക്ക്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ 5 സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റുകളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.